കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ മുഴുകുമ്പോൾ ബി.ജെ.പി. സി.പി.എം ഡീൽ ആരോപണത്തിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചൂടേറുകയാണ്. ഇതേ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. വി.ഡിയുടെ ആരോപണങ്ങൾക്ക് ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി സി.പി.എം രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടില്ലെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. രാഷ്ട്രീയത്തിൽ 2 × 2 = 4 എന്ന സാധാരണ കണക്ക് ശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലീബി സഖ്യം ഉണ്ടാക്കിയത്. വടകരയിലും ബേപ്പൂരും UDFന് നല്ല വോട്ടുണ്ട്, BJPക്കും വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ ഞങ്ങളെ പരാജയപ്പെടുത്താമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ എന്തായിരുന്നു അവസാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. അന്ന് BJPക്കാരെ ജയിപ്പിച്ച് കൊടുക്കാമെന്നായിരുന്നല്ലോ കരാർ. എന്നാൽ കാര്യങ്ങൾ പരസ്യമായതോടെ നാട്ടുകാർ എതിരായി. ഇതേ തുടർന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും ഇടതുപക്ഷം നല്ല നിലയിൽ വിജയിച്ചു വന്നു. നാട്ടുകാർ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. നാടിനെയും ജനങ്ങളെയും വില കുറച്ച് കാണരുതെന്നാണ് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും സോദരന്മാരായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ശുദ്ധ അസംബന്ധം പറയാൻ സതീശന് ഒരു മടിയുമില്ല. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നുവെന്ന് അന്വേഷിച്ചു നോക്കണം. ആരായിരുന്നു RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്ന് അന്വേഷിക്കണം. RSS ശാഖയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ ആളുകളെ അയച്ചതെന്ന് പറഞ്ഞത് താനാണെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നയാൾ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായി 1977 RSS പിന്തുണയിൽ വിജയിച്ചെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1977 RSSന്റെ പിന്തുണയിൽ മത്സരിച്ചാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയതെന്നും അദ്ദേഹം ലക്ഷണമൊത്ത RSS ഏജന്റാണെന്നുമാണ് സതീശൻ തുറന്നടിച്ചത്. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുമുള്ള പിണറായി വിജയന്റെ നിരന്തരമുള്ള പ്രസ്താവന ചരിത്രം അറിയാവുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയും. ഉദുമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ RSS നേതാവ് KG മാരാർ? അതേ KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നത് മറക്കരുത്. പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചരണ പരിപാടിയിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതും പിണറായി വിജയൻ നിഷേധിക്കുമോ? 1989 കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിൽ പിന്തുണ നൽകി CPM നേതാക്കളായ EMSും ജ്യോതിബസുവും അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഗൂഗിളിൽ പരതിയാൽ കിട്ടും. ഇത്തരത്തിൽ തുടങ്ങിയ ശക്തമായ ആരോപണങ്ങളായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നണിക്കുന്നതിന് സതീശൻ തൊടുത്തുവിട്ടത്. അതേസമയം ആരോപണങ്ങൾക്ക് മറുപടിയായി കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ RSS എന്നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിൽ വരാമെന്ന നില ഉണ്ടായിരുന്നുവെന്നും അന്ന് കണ്ണൂരിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അതിലെ ആക്രമണത്തിന്റെ ടാർഗറ്റിലൊന്ന് താനായിരുന്നു. അതായിരുന്നു കാലം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞതുകൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നുണയും പറയാമെന്ന നിലയാണ് വന്നു ചേരുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിന്നീട് പാലക്കാട് AKG മത്സരിച്ചപ്പോൾ കോൺഗ്രസിനും RSSനും കൂടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. 2 കൂട്ടർക്കും കൂടി ഒറ്റ സ്ഥാനാർത്ഥി. RSSന്റെ ജില്ലാ കാര്യവാഹകായിരുന്നു ആ സ്ഥാനാർത്ഥി. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ. അക്കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന CPMനും ഇടതുപക്ഷത്തിനും LDFനും എതിരായി പ്രചരണം നടത്തിയാൽ ഇത് ചെലവാകുന്ന കാര്യമാണോ? ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാനുള്ള ഒരു വാചകം വീണ്ടും പറയുകയാണ്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിൽ ഇതുവരെ ഹിന്ദു MLA ഉണ്ടായിട്ടില്ലെന്ന B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ നാടിനെ രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ അപരമത വിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. EMS കേരളത്തിന്റെ പൊതുവായ ജനസമ്മതനല്ലേ? എന്നാൽ അദ്ദേഹത്തിനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആരുമായാണ് ബന്ധപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അതിനുവേണ്ടി അവിടുത്തെ കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായല്ലേ സ്ഥാനാർത്ഥിയെ ജനസംഘം പിൻവലിച്ചത്? പിൻവലിക്കുക മാത്രമാണോ? EMSനെതിരെ പ്രകടനം നടത്താൻ വേണ്ടി ആ കാലത്ത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ദീൻദയാൽ ഉപാധ്യായ വന്നില്ലേ? അത് ചരിത്രമല്ലേ എന്ന് മുഖ്യമന്ത്രി ആരാഞ്ഞു. അതേസമയം ആദ്യഘട്ട പ്രചരണത്തിൽ ഡീലിൽ ചുറ്റിത്തിരിയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തൊടുത്തുവിട്ട CPM BJP ഡീൽ ആരോപണത്തിനപ്പുറത്തേക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. അതേസമയം BJPയും CPMും തമ്മിലുണ്ടെന്ന് ആരോപിക്കുന്ന ഡീലിന്റെ ലളിതമായ ലക്ഷ്യം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടിനെ സ്വാധീനിക്കാനുള്ള കോൺഗ്രസ് തന്ത്രമാണെന്നതും പ്രകടമാണ്. കേരളത്തിലെ 28% വരുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് 2021 CPMന്റെ അധികാര തുടർച്ചയിൽ നിർണായകമായിരുന്നു. പിണറായി 3.0 ലക്ഷ്യമിടുന്ന CPMന് ആ വോട്ട് 2026 നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് സർവ്വശക്തിയുമെടുത്ത് CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഡീൽ ആരോപണത്തെ എതിരിടുന്നത്.
പക്ഷേ ആ ഡീലിൽ ഒരു അപകടം പതിയിരിക്കുന്നത് കാണാതെ പോകാൻ CPM-ന് കഴിയില്ല. എന്തായാലും ഈ ഡീൽ ആരോപണങ്ങൾ പരസ്പരം സ്വാധീനിക്കില്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ വരെ ഇങ്ങനെ വലിച്ചിട്ട് ഇരുവിഭാഗവും പോരാടേണ്ട ആവശ്യമില്ലല്ലോ എന്ന ചോദ്യവും രാഷ്ട്രീയ കേരളം ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഗോൾവാക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ചിത്രം മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തപ്പോൾ BJP നേതാവ് LK അദ്വാനി K ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്ന ചിത്രം VD സതീശനും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. എന്തായാലും ഏറിയും കുറഞ്ഞും കേരളത്തിലെ ഹിന്ദു വോട്ടുകളിൽ CPM-നും കോൺഗ്രസിനും BJP-ക്കും കൃത്യമായ സ്വാധീനമുണ്ടെന്നുള്ളത് സത്യമാണ്. ക്രിസ്ത്യൻ വോട്ടിലും ചെറിയൊരു ശതമാനം BJP-ക്ക് പോകും. അതേസമയം മുസ്ലിം വോട്ടുകളിൽ കോൺഗ്രസിനും CPM-നുമാണ് വ്യക്തമായ സ്വാധീനമായതിനാൽ കേരളത്തിലെ 28% വരുന്ന മുസ്ലിം വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ ഡീൽ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ ഇത്ര സജീവമായ ചർച്ചയാകുന്നതും വാദപ്രതിവാദങ്ങൾക്ക് ഇടവെക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.